നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2025 മാർച്ച് മാസം 29 ശനി രാശി മാറി മീനം രാശിയിലേക്ക് എത്തുകയാണ്. കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്കുള്ള ശനിയുടെ ഗോചര പകർച്ച, ഏഴശനി, കണ്ടകശനി, അഷ്ടമശനി എന്നിവയൊക്കെ മാറ്റിമറിക്കുന്നതാണ്. ശനിയുടെ രാശി പകർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഫലങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏതാനും വീഡിയോകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശനി മാറ്റത്തെ പേടിക്കേണ്ട. അഷ്ടമശനി, ഏഴശനി, കണ്ടകശനി എന്നിവയുള്ള നക്ഷത്രക്കാർ ശനിയെ വരുതിയിലാക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ്, ഈ പറഞ്ഞ രാശിക്കാർക്ക് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും അതിനെ എങ്ങനെ നേരിടാമെന്നുള്ള വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ശനിയുടെ രാശിമാറ്റത്തിൽ പൊതുവെ പ്രത്യേകമായി പരിഗണിക്കുക ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി എന്നിവയാണ്. ഈ കാലഘട്ടങ്ങൾ പൊതുവെ വെല്ലുവിളി നിറഞ്ഞതാകാം. നമുക്കിനി ഓരോ കാര്യങ്ങളെയും ഒന്ന് വിശകലനം ചെയ്യാം. ഏഴശനി ആർക്കൊക്കെയാണ്, കണ്ടകശനി ആർക്കൊക്കെയാണ്, അവർക്ക് ഓരോ കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ളവയും അതിന്റെ പരിഹാരങ്ങൾ എന്നീ കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് ഏഴരശനി ആർക്കൊക്കെയാണ് എന്ന് പരിശോധിക്കാം. മകരം രാശിക്കാരുടെ ഏഴരശനി മാറുകയാണ്. എന്നാൽ കുംഭം രാശിയുടെയും മീനം രാശിയുടെയും ഏഴരശനി നിലനിൽക്കുകയാണ്. ഏഴരശനിയുടെ ദോഷഫലങ്ങളെ ഒന്ന് ആദ്യം പരിഗണിക്കാം. അതിനുശേഷം അതിന്റെ പരിഹാരത്തെ നമുക്ക് ചിന്തിക്കാം. ഏഴരശനി ഇക്കാലം ഒരു വ്യക്തിയെ ക്ഷമയോടും വിവേകത്തോടും കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാക്കുമെന്നാണ്. ഈ സമയത്ത് ശരിയായ കാര്യങ്ങൾ ചെയ്യുകയും വ്യക്തി ശുചിത്വം പാലിക്കുകയും സത്യസന്ധത പാലിക്കുകയും ദൈവവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പക്ഷം ആ വ്യക്തിക്ക് ഉന്നതിയിലെത്താനും ഏഴരശനി കാലത്ത് കഴിയുന്നതാണ്. അത് മറന്നുകൊണ്ടാണ് എല്ലാവരും ഏഴരശനിയെ പേടിക്കുന്നത്. നിങ്ങളുടെ ആശങ്ക ഒഴിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ എന്റെ ഉദ്ദേശം. ഏഴരശനിയിലെ ഫലങ്ങളുടെ കൃത്യത ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിരിക്കാം. ജാതക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്കതൊക്കെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ കൃത്യമായി എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഉത്തമനായിട്ടുള്ള ഒരു ജ്യോതിഷിയെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ശ്രമിക്കാവുന്നതാണ്. നിങ്ങളുടെ കൂടുതലായിട്ടുള്ള ഫലങ്ങൾ അറിയണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, സമയം, പേര്, നക്ഷത്രം, ജനിച്ച സ്ഥലം എന്നിവ എനിക്ക് വാട്സപ്പ് ചെയ്യുന്ന പക്ഷം തീർച്ചയായിട്ടും അതിനുള്ള മറുപടികൾ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏഴരശനിക്കാലത്ത് പോസിറ്റീവ് ചിന്തയോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്. കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്ന പക്ഷം ഏഴരശനിക്കാലത്ത് നേട്ടങ്ങളും പ്രശസ്തിയും ഒരു വ്യക്തിക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഏഴരശനിയെ പേടിക്കേണ്ടതില്ല എന്നുള്ളത് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ആർക്കൊക്കെയാണ് ഇപ്പോൾ ഏഴരശനി ഉണ്ടാകുക എന്ന് നമുക്ക് പരിശോധിക്കാം. മേടക്കൂറുകാർക്ക് ഏഴരശനിയുടെ ആരംഭമാണ്. മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാർക്ക് 12ാം ഭാവത്തിലേക്കാണ് ശനി എത്തുന്നത്. 12ാം ഭാവത്തിലേക്ക് ശനി എത്തുന്നത് വഴി അവർക്കുണ്ടാകുന്ന പൊതുഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. വിദേശ യാത്രകളൊക്കെ ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അത് തൊഴിൽ, വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംഭവിക്കാൻ സാധ്യത കൂടുതൽ. അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഗുണകരമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ വസ്തു വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുക, ധനപരമായി ചെലവുകൾ വർദ്ധിക്കുക, യാത്ര ആവശ്യമായി വരിക, അല്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക, മാനസിക സമ്മർദ്ദം ഉണ്ടാകാനും സാധ്യത, തൊഴിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, വീഴ്ച, അപകടങ്ങൾ എന്നിവയുണ്ടാകാം. കൂടാതെ ആശുപത്രിവാസത്തിനും സാഹചര്യമുണ്ടാകും. അതോടൊപ്പം തന്നെ കേസ്, കോടതി വ്യവഹാരം എന്നിവയ്ക്കും സാധ്യത. വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാകാനും സാഹചര്യമുണ്ട്. കൂടാതെ അടുത്ത ബന്ധുക്കളുടെ വിയോഗം, ഇഴജന്തുക്കളുടെ ഉപദ്രവങ്ങൾ, നായ തുടങ്ങിയ ജന്തുക്കളുടെ ഉപദ്രവങ്ങൾ എന്നിവയും ദോഷഫലമായി പറയണം. എന്നിരുന്നാലും ആത്മീയ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുന്ന സമയം കൂടിയാണ്. ഇനി ഏഴരശനിയുള്ള രണ്ടാമത്തെ രാശി എന്ന് പറയുന്നത് മീനൻ രാശിയാണ്. മീനൻ രാശിക്കാർക്ക് ജന്മശനിയാണ്. മീനൻ രാശിയിലേക്കാണ് ശനി എത്തുന്നത്. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാർക്ക് ജന്മശനിയായിട്ടുള്ള ഏഴരശനിയിൽ വിശേഷമായി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആ വ്യക്തിക്ക് വ്യക്തിപരമായും മാനസികമായും ഒക്കെ നല്ല ഉയർച്ച ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ പക്വതയുടെ കാര്യങ്ങളെ സമീപിക്കാനുള്ള മനസ്ഥിതി വരും. ശാരീരികവും മാനസികവുമായി അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപവാദങ്ങൾ, പേരുദോഷം എന്നിവയ്ക്ക് സാധ്യത. അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വിരോധികളാകുക.
തൊഴിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം, അമിതമായി ധനച്ചെലവ് ഉണ്ടായേക്കാം, കോടതി കേസ്, മറ്റു വ്യവഹാരങ്ങൾ എന്നിവയ്ക്കൊക്കെ സാഹചര്യമുണ്ട്. വാഹനം ഉപയോഗിക്കുന്നവർക്ക് അനാവശ്യ ചെലവുകൾ ഉണ്ടായേക്കാം. കൂടാതെ അപകടങ്ങൾ മൂലം പരിക്കേൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ദുസ്വപ്നങ്ങൾ കാണാനുള്ള സാഹചര്യം, തൊഴിലിലും മറ്റു മേഖലകളിലും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകാം. കൂടാതെ അടുത്ത ബന്ധുവിന്റെ വിയോഗങ്ങൾ ഉണ്ടാകാം. വിഷജന്തുക്കളുടെയും നായയുടെയും ഒക്കെ കടിയേൽക്കേണ്ട സാഹചര്യങ്ങൾ വരാം. ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ അറിവ് നേടാനുള്ള സാഹചര്യം ഉണ്ടാകാം. പൊതുവെ എല്ലാ കാര്യത്തിലും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും സാധ്യത. ഇനി നമുക്ക് ഏഴശനി അനുഭവിക്കുന്ന മൂന്നാമത്തെ രാശിക്കാരെ പരിചയപ്പെടാം. അത് കുംഭക്കൂറുകാരാണ്. കുംഭക്കൂറുകാർക്ക് ജന്മശനി മാറി 2ാം ഭാവത്തിലേക്കാണ് ശനി എത്തുന്നത്. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശനി 2ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. കുംഭക്കൂറുകാരുടെ പൊതുഫലത്തെ ഒന്ന് പരിശോധിക്കാം. ഈ കാലത്ത് തന്നെ സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് പൊതുവായിട്ടുള്ള അറിവും പ്രായോഗിക പരിജ്ഞാനവും കുംഭക്കൂറുകാർക്ക് വർദ്ധിക്കുന്നതാണ്. കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാകുന്ന സമയമാണ്. തനിക്ക് ചുറ്റുപാടുമുള്ളവരുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വിചാരിച്ച കാര്യങ്ങളിലൊക്കെ കാലതാമസം ഉണ്ടായേക്കാം. അധിക ചെലവുണ്ടായേക്കാം. കോടതി കേസ്, മറ്റു വ്യവഹാരങ്ങൾ എന്നിവ വരാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ അപകടങ്ങൾ ഉണ്ടാകാം. തൊഴിൽ സംബന്ധമായി പ്രശ്നങ്ങൾ നേരിടാം. വാക്കും പ്രവൃത്തിയും ശ്രദ്ധിക്കേണ്ടതാണ്. സംസാരങ്ങൾ മൂലം തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട്. വിഷജന്തുക്കൾ, നായ തുടങ്ങിയ മൃഗങ്ങളുടെയൊക്കെ കടിയേൽക്കുക എന്നിവയ്ക്കും സാധ്യതയുണ്ട്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഉപരിപഠനത്തിനും നല്ല സാഹചര്യമുണ്ട്. പൊതുവെ നമുക്ക് ഈ ദോഷങ്ങളെയൊക്കെ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഏഴശനിയെ എങ്ങനെ നേരിടാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഏഴശനി കാലത്ത് അവരവർക്ക് മുന്നോട്ട് പോകുന്നതിന് ഒരു ലക്ഷ്യം കൽപ്പിക്കേണ്ടതാണ്. ആ ലക്ഷ്യത്തിന്റെ ഉന്നതിയിലേക്കുള്ള പരിശ്രമം നടത്തേണ്ടതാണ്. അതിന് പറ്റിയ സമയം തന്നെയാണ് ഇതും എന്നുകൂടി മനസ്സിലാക്കുക. ദോഷ സമയത്താണ് പല നല്ല കാര്യങ്ങളും പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുക. സമാധാനവും ലക്ഷ്യബോധവും പോരാട്ട വീര്യവും കൈവരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. കൂടുതൽ അറിവ് നേടാനുള്ള ശ്രമം നടത്തുക. ഇനി മറ്റ് ആധ്യാത്മിക പരിഹാരങ്ങളെ ഒന്ന് ചിന്തിക്കാം. ശിവപഞ്ചാക്ഷരി മന്ത്രത്തെ നിത്യം ജപിക്കുക. ക്ഷേത്ര ദർശനം പതിവാക്കുക. വിഷ്ണു സഹസ്രനാമം നിത്യം ജപിക്കുക. ഗണേശ ഭഗവാനെ നിത്യം പ്രാർത്ഥിക്കുക. കുതിരയുടെ ലാടം കൊണ്ട് നിർമ്മിച്ച ഇരുമ്പ് മോതിരം ധരിക്കുന്നത് ശനിദോഷത്തെ ഇല്ലാതാക്കും. അത് സ്ത്രീകൾ ഇടതു കൈയിലെ മോതിരവിരലിലോ നടുവിരലിലോ ധരിക്കുക. പുരുഷന്മാർ വലത്തു കൈയിലെ മോതിരവിരലിലോ നടുവിരലിലോ ധരിക്കുക. കൂടാതെ ശാസ്താവിനെ പ്രീതിപ്പെടുത്താനായിട്ട് എള്ളു പായസം, നീരാഞ്ജനം ഇവയൊക്കെ നടത്താം. അത് സ്വഗ്രഹത്തിൽ തന്നെയും വേണമെങ്കിൽ നടത്താം. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക. മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക. ഇവയും ഫലപ്രദമാണ്. ശബരിമല ധർമ്മശാസ്താവിനെ ദർശിച്ച് അനുഗ്രഹം വാങ്ങുക. അർഹതയുള്ള വ്യക്തികൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക. എല്ലാ കാര്യത്തിലും ജാഗ്രതയും തിരിച്ചറിവും കരുതലും എടുക്കുക. അടുത്തത് കണ്ടകശനി ആർക്കൊക്കെയാണ് എന്ന് നോക്കാം. കണ്ടകശനി എന്നാൽ 4, 7, 10 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്നവർക്കാണ് ഉണ്ടാകുക. ധനു, കന്നി, മിഥുനം എന്നീ രാശിക്കാർക്കാണ് ഇനി കണ്ടകശനി വരാൻ പോകുന്നത്. നമുക്ക് ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേക ഫലത്തെ നോക്കാം. ആദ്യം ധനുക്കൂറുകാരുടെ കാര്യത്തെ നോക്കാം. ധനുക്കൂറുകാർക്ക് 4ാം ഭാവത്തിലേക്കാണ് ശനി എത്തുന്നത്. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. കണ്ടകം എന്നാൽ മുള്ള്, തടസ്സം എന്നിങ്ങനെയാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. കണ്ടക സ്ഥാനത്തേക്ക് മുള്ളും തടസ്സങ്ങളും ഒക്കെ നിറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആ വ്യക്തിക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായേക്കാം. കുടുംബം, വീട്, മാതാവ്, വാഹനം, സ്വത്ത് എന്നിവയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. കൂടാതെ ഭൂമി, വാഹനം എന്നിവയുടെ ലബ്ധിയും ഉണ്ടാകുന്ന സമയമാണ്. അത് അനുകൂല ഫലത്തെയാണ് ചെയ്യുക. ഇനി നമുക്ക് കണ്ടകശനി 2ാമത്തെ രാശിക്കാരെ പരിചയപ്പെടാം. അത് കന്നിക്കൂറുകാരാണ്. കന്നിക്കൂറുകാർക്ക് 7ാം ഭാവത്തിലേക്കാണ് ശനി എത്തുന്നത്. കണ്ടകസ്ഥാനമാണ്. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ 1/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാർക്ക് ശനി 7ാമത്തെ രാശിയിലേക്കാണ് എത്തുന്നത്. കണ്ടകസ്ഥാനമാണ്. അവരുടെ പൊതുഫലത്തെ ഒന്ന് പരിശോധിക്കാം. ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ എല്ലാ കാര്യത്തിലും മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ബിസിനസ്സിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ മറ്റാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ബന്ധങ്ങളൊക്കെ വ്യക്തതയും
യോജിപ്പുള്ളതുമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഗവേഷണ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അതിന് അനുകൂല സമയമാണ്. ഇനി നമുക്ക് കണ്ടകശനി വരുന്ന മൂന്നാമത്തെ രാശിക്കാരെ പരിചയപ്പെടാം. അത് മിഥുനക്കൂറുകാരാണ്. മിഥുനക്കൂറുകാർക്ക് 10ാം ഭാവത്തിലേക്ക്, അതായത് കർമ്മസ്ഥാനത്തിലേക്കാണ് ശനി എത്തുന്നത്. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർന്നത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരുടെ പൊതുഫലത്തെ ഒന്ന് പരിശോധിക്കാം. തൊഴിൽ തടസ്സം, സ്ഥാനഭ്രംശം, സാമ്പത്തിക ബുദ്ധിമുട്ട്, കഠിനാധ്വാനം, തൊഴിലിലൊക്കെ വഴിത്തിരിവ്, നല്ല ദിശാബോധം ലഭിക്കുക, ഇവയൊക്കെ 10ാം ഭാവത്തിലേക്ക് ശനി എത്തുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ദോഷശമനത്തിനായി മുൻപ് പറഞ്ഞ പരിഹാരങ്ങളൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അഷ്ടമശനി ആരെ ബാധിക്കും എന്ന് നോക്കാം. ചിങ്ങക്കൂറുകാർക്കാണ് അഷ്ടമശനി വരാൻ പോകുന്നത്. അതായത് ചിങ്ങക്കൂറിന്റെ 8ാം ഭാവത്തിലേക്കാണ് ശനി എത്തുന്നത്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരുടെ അഷ്ടമശനിയുടെ പൊതുഫലങ്ങളെ പരിശോധിക്കാം. ദോഷകരമായിട്ടുള്ള കണ്ടകശനിയുടെ മറ്റൊരു രൂപം തന്നെയാണ് അഷ്ടമശനിയും. ആരോഗ്യ പ്രശ്നങ്ങൾ, അപകടങ്ങൾ, ധനനഷ്ടം, മാനസിക സമ്മർദ്ദം, തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടായേക്കാം. കൂടാതെ ഗവേഷണ തൽപരത വർദ്ധിക്കാം. ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും ഉണ്ടാകാറുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഫലങ്ങളെ ജാതകവും കൂടി ഒത്തു നോക്കിയെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് പറയാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ നല്ല ഒരു ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങളുടെ ഫലം അറിയുക. അതുകൊണ്ട് തന്നെ കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് നല്ലൊരു ജ്യോതിഷിയെ സമീപിക്കാവുന്നതാണ്. ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്വാധീനം, ദശകാലം ചെയ്യുന്ന കർമ്മങ്ങൾ, ഇവയെല്ലാം ആശ്രയിച്ചാണ് നക്ഷത്രഫലത്തെ ചിന്തിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ കൂടുതൽ കരുതലും വിനയം, വ്യക്തിശുദ്ധി എന്നിവയെ പാലിക്കേണ്ടതാണ്. ദിശാബോധത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് പരിഹാര കർമ്മങ്ങൾ ചെയ്ത് ജീവിതത്തിലെ ദോഷങ്ങളെ ഇല്ലാതാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് ദോഷഫലത്തിന്റെ കാഠിന്യം കുറയുന്നതാണ്. അത് ജീവിതത്തിൽ മുന്നേറാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതാണ്. ഇടവം, കർക്കിടകം, വൃശ്ചികം, മകരം എന്നീ രാശിക്കാർക്ക് അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ഏഴശനി, കണ്ടകശനി, അഷ്ടമശനി എന്നിവയ്ക്ക് ആശ്വാസം വരികയാണ്. ശനിയെ ആരും ഭയക്കേണ്ടതില്ല. ശനിയെ നമുക്ക് വരുതിയിലാക്കാൻ സാധിക്കുന്നതാണ്. ശനി ന്യായത്തിന്റെ ദേവതയാണ്. അതുകൊണ്ട് തന്നെ ന്യായമാർഗത്തിൽ ചരിക്കുന്ന ഒരാളെയും ശനി ഉപദ്രവിക്കില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. നന്ദി, നമസ്കാരം, ശുഭദിനം.